ഹലോ നമസ്കാരം. താരാസ് വണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തമിഴ്നയിൽ കണ്ട പോലെ തന്നെ ഞങ്ങൾ നാട് വിടുകയാണ്. നാട് വിട്ടു കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ മക്കളുടെ അടുത്തോട്ട് പോന്നേക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കുറേ ദിവസം വീഡിയോ ഒന്നും ഇല്ലാതിരുന്നത്. അപ്പോൾ കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല, ഇന്ന് ഞങ്ങൾ യാത്ര വന്നതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസമായി ഞങ്ങളിതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ കാനഡയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. മക്കളൊക്കെ ഇവിടെയാണ്. അപ്പോൾ അതിൻ്റെ ചില ഒരുക്കങ്ങളുടെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പെട്ടി പാക്ക് ചെയ്യണതും അതൊന്നും കാണിക്കാനുള്ള, ഇപ്പോൾ സാധനങ്ങൾ വാങ്ങാൻ പോലും അതിൻ്റെ പാക്കിങ്ങും ഒക്കെ കാരണമാണ് ഞങ്ങൾക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഒരു ഷോർട്സ് പോലും ഇടാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ പാക്ക് ചെയ്തിപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലോട്ട് വന്ന്, നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ് ഒക്കെ എല്ലാം നോർമലായിരുന്നു. എല്ലാം ഒരു കുഴപ്പമില്ലാതെ നടന്ന്, ലഗേജുകളും എല്ലാം ഒരു കുഴപ്പമില്ലാതെ നമുക്ക് ക്ലീനായിട്ട് കിട്ടി. പിന്നെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. അപ്പോൾ ഇതൊക്കെ എല്ലാവരും കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഉണ്ടാകും. എന്നാലും നമ്മൾ കയറുമ്പോഴുള്ള കാഴ്ചകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഫ്ലൈറ്റിൽ കയറി ഞങ്ങൾ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നെടുമ്പാശ്ശേരിയിൽ നിന്ന് അബുദാബിക്കാണ് ആദ്യം പോണത്. അപ്പോൾ നെടുമ്പാശ്ശേരിയിൽ നിന്ന് പോകുമ്പോഴുള്ള കാഴ്ചകൾ മോനെടുത്തതാണത്. അപ്പോൾ നമ്മൾ അബുദാബി ചെന്നിട്ടാണ് പിന്നെ അപ്പോൾ ഇപ്പോൾ കാണുന്നതൊക്കെ അബുദാബി എയർപോർട്ടാണ്. അപ്പോൾ വലിയ എയർപോർട്ടാണ് അബുദാബി. ഞാൻ ഇതിക്ക് മുമ്പ് ഞങ്ങൾ യൂറോപ്യൻ ട്രിപ്പ് ഒരു തവണ പോയപ്പോൾ ഖത്തർ എയർപോർട്ടിലാണ് വന്നത്. അപ്പോൾ അതും വലിയ എയർപോർട്ടായിരുന്നു. അപ്പോൾ ഇത് ഭയങ്കര വലിയ എയർപോർട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സെക്യൂരിറ്റികളൊക്കെ ഒരാൾക്ക് വീൽ ചെയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഹസ്ബൻഡിന് വീൽ ചെയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീൽ ചെയറിൽ അവർ കൊണ്ടുവന്ന് എല്ലാ കാര്യങ്ങളും പ്രോസസ്സൊക്കെ നമുക്ക് ചെയ്തു തരും. പിന്നെ ഇതുപോലെ ചെറിയ ഓട്ടോറിക്ഷ പോലത്തെ ഇങ്ങനെ വണ്ടികളിൽ നമ്മളെ കൊണ്ടുവന്ന് എവിടെയാണ് നമ്മൾക്ക് അടുത്ത ഫ്ലൈറ്റിന് കണക്ഷൻ ഫ്ലൈറ്റ് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവന്ന് ഇതിൻ്റെ ചെക്കിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളവിടെ കൊണ്ടുവന്ന് ഇറക്കി അവർ സേഫാക്കി തരും. അപ്പം അങ്ങനത്തെ വണ്ടിയിലാണ് ഞങ്ങൾ ഇവിടെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഞങ്ങളെ കൊണ്ടുവന്നത്. പിന്നെ ബാക്കി പ്രോസസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കത് അവിടുത്തെ തന്നെ സ്റ്റാഫ് നമ്മളെ സേഫാക്കി ഇവിടെ കൊണ്ടുവന്നിരുത്തും. അപ്പോൾ ഞങ്ങൾക്കൊരു 2-3 മണിക്കൂർ നേരം അവിടെ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു അബുദാബിയിൽ. അതിനുശേഷമാണ് അവിടെ നിന്നാണ് ടൊറൻറ്റോക്ക് ഫ്ലൈറ്റ് കയറിയത്. അവർ 3-4 മണിക്കൂർ നേരം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ എയർപോർട്ടൊക്കെ ഒന്ന് ചുറ്റി കിടന്ന് കണ്ട് പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടിപൊളി എയർപോർട്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ പോകുമ്പോഴാണ് ഇങ്ങനത്തെയൊക്കെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇവിടെ കണക്ഷൻ ഫ്ലൈറ്റുകൾ വന്നിറങ്ങണവരായ കാരണം തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ വന്നിറങ്ങുന്നുണ്ട് ഓരോ രാജ്യങ്ങളിൽ നിന്നും. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് തന്നെ പോകാൻ വേണ്ടിയും പിന്നെ യൂറോപ്യൻ കൺട്രീസിലും അമേരിക്കയ്ക്കൊക്കെ പോകാനൊക്കെ ഉള്ളവരൊക്കെ ഇവിടെയാണ് വന്നിട്ട് കണക്ഷൻ ഫ്ലൈറ്റ് പിടിക്കണത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സമയം പോയത് അറിയണില്ല. എപ്പോഴും ആൾക്കാർ വന്നും പോയിക്കൊണ്ടിരിക്കണ അവരെയൊക്കെ നോക്കിയിരിക്കാനും പിന്നെ നമ്മൾ ഒന്ന് നടന്ന് റിലാക്സ് ചെയ്ത് വരാനൊക്കെ ഉള്ള സമയമുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഫ്ലൈറ്റിൽ നിന്നൊക്കെ ഭക്ഷണമൊക്കെ കിട്ടിയായിരുന്നു. പിന്നെ നമുക്ക് വേറെ ഭക്ഷണമൊന്നും കഴിക്കേണ്ട ആവശ്യം ഉണ്ടായില്ലായിരുന്നു. പിന്നെ നമുക്ക് വെള്ളം ഇഷ്ടംപോലെ കിട്ടണ കാരണം കുടിവെള്ളം എടുത്ത് കുടിക്കണമായിരുന്നു. അപ്പോൾ അധികം വിശപ്പൊന്നും തോന്നില്ല. പിന്നെ രാത്രി സമയമാണ്. അപ്പോൾ ഞങ്ങൾ വൈകിട്ട് 4 മണിയുടെ ഫ്ലൈറ്റിനാണ് കയറിയത്. പിന്നെ രാത്രി 9 മണി ആയപ്പോഴത്തേനും ഇവിടെ എത്തി. പിന്നെ അവിടെ നിന്ന് ഒരു 4 മണിക്കൂറിന് ശേഷമാണ് അടുത്ത ഫ്ലൈറ്റ് ആയിരുന്നത്. അപ്പോൾ മക്കളുടെ അടുത്തേക്ക് പോകണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ മക്കൾ 4 പേര് അവിടെ ഉണ്ട്. മോനും ഭാര്യയും മോളും ഭർത്താവും അവിടെ ഉണ്ട്. അപ്പം മകൾ ഇപ്പോൾ പ്രഗ്നൻ്റാണ്. അപ്പോൾ അവൾക്ക് 6 മാസമായി. അപ്പോൾ അതിൻ്റെ ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ പോണത് അങ്ങോട്ട്. അപ്പോൾ അത് 2 മാസം മുമ്പ് തന്നെ പോകണേണ്. അപ്പോൾ ഒക്ടോബറിലൊക്കെ ആകുമ്പോൾ ഒക്ടോബർ തുടങ്ങി നവംബറൊക്കെ ആകുമ്പോഴത്തേനും ഇവിടെ തണുപ്പ് തുടങ്ങും, നല്ല തണുപ്പ് തുടങ്ങും. അപ്പോൾ നമുക്ക് വേറെ ഒരു സ്ഥലത്ത് പോകാനോ ടൂറായിട്ടൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളെ 2 മാസം മുമ്പ് തന്നെ ഒരു ടിക്കറ്റ് എടുത്ത് കൊണ്ടുവന്നത്. അപ്പോൾ എവിടെയെങ്കിലും ഇപ്പോൾ നയാഗ്ര വെള്ളച്ചാട്ടം അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കാണാനൊക്കെ. ഇപ്പം ഇവിടെ നല്ല സമ്മർ സീസണാണ്, നല്ല വെയിലുള്ള സമയമാണിപ്പോൾ. അപ്പോൾ ഞങ്ങൾ ടൊറൻറ്റോയിൽ വന്നിറങ്ങിയതൊന്നും ഞാൻ പിന്നെ എടുത്തില്ല, വീഡിയോ എടുത്തൊന്നുമില്ല. അത് അബുദാബിയിൽ നിന്ന് ടൊറൻറ്റോയിലേക്ക് 13 മണിക്കൂർ വരെ യാത്രയുണ്ട്. അപ്പം നമ്മൾ
ഫ്ലൈറ്റിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ നമുക്ക് ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് ഇങ്ങനെ കുലുക്കോ അങ്ങനെയൊന്നും തോന്നിയില്ല. വെറുതെ ഇങ്ങനെ നമ്മൾ ഒരു കാറിലിരിക്കണ പോലെയുമല്ല, ഒന്നും അനക്കമില്ലാതെയാണ് നമ്മളിവിടെ എത്തിയത്. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ മരുമകൻ്റെ രാത്രിയിൽ ഞങ്ങൾ മരുമകൻ്റെ ചേട്ടൻ്റെ വീടുണ്ട്, ചേട്ടനും ഭാര്യ നേഴ്സുമാണ്. പിന്നെ അവിടെ തന്നെ മകൻ്റെ അമ്മ അപ്പനും ഇപ്പോൾ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അവർ ഹെഡ് മാസ്റ്ററും ടീച്ചറുമായിരുന്നു. അപ്പോൾ അവർ റിട്ടയർഡായി കഴിഞ്ഞ് പിന്നെയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അവരെയും കൂടി ഒന്ന് കാണാനും പിന്നെ അപ്പോൾ അവർ അടുത്ത ആഴ്ച തിരിച്ചു പോകും അമ്മയപ്പനും. അപ്പോൾ അതുകൊണ്ട് അവർ ഇന്ന് രാത്രി ഞങ്ങൾ വന്നന്ന് അതിൻ്റെ പിറ്റേ ദിവസം രാത്രി ഞങ്ങൾ അങ്ങോട്ട് ക്ഷണിച്ചേക്കായിരുന്നു. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിലെ കാഴ്ചകളാണിത്. അപ്പോൾ അത് അടിപൊളി സ്ഥലമാണിത്, നല്ല ഭംഗിയാണ് കാണാൻ. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ തിക്കും തിരക്കോ അങ്ങനെ ഭയങ്കര ബ്ലോക്കൊന്നുമില്ല വണ്ടികൾക്ക്. എല്ലാവരും ഓരോരുടെ കാര്യം നോക്കി സേഫായിട്ടാണ് വണ്ടി ഓടിക്കണത്. ചെറിയൊരു നിയമം തിരിച്ചാൽ തന്നെ ഇവിടെ നല്ല ഫൈൻ കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ചും പിന്നെ ഇതിൻ്റെ സ്പീഡ് ലിമിറ്റൊക്കെ കൺട്രോൾ ചെയ്തിട്ടാണ് എല്ലാവരും പോണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും അവരവരുടെ യാത്ര സുരക്ഷിതമായിരിക്കാൻ ശ്രമിക്കും. പിന്നെ റോഡൊക്കെ ആയാലും നല്ല റോഡുകളായാലും നമ്മളിപ്പോൾ എന്തോരം ദൂരം പോകാനായാലും നമുക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നണില്ല. ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ ഒരു 100 കിലോമീറ്റർ ഉള്ള ദൂരത്തിലാണ് ഞങ്ങൾ പോണത്. പക്ഷേ നമുക്കതിന് അതിൻ്റെ ഒരു ക്ഷീണം ഒന്നും തോന്നിയിട്ടില്ല. പിന്നെ നമ്മളുടെ അവിടെ ഇപ്പം 100 കിലോമീറ്റർ പോകുമ്പോൾ ഒരു 3 മണിക്കൂർ 3.5 മണിക്കൂർ വരെ വേണ്ടി വരും. ഇവിടെ ഒരു 1.25 മണിക്കൂർ കൊണ്ട് നമ്മൾ പറഞ്ഞ സ്ഥലത്തെത്തി. പിന്നെ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ അടിപൊളിയാണ് കാണാനൊക്കെ. ഇപ്പം സമ്മർ സീസൺ ആയ കാരണം തന്നെ തണുപ്പൊന്നും ഒട്ടുമില്ല. പുറത്ത് നല്ല ചൂടുള്ള വെയിലാണ്. നമ്മളുടെ അവിടുത്തെ വെയിലിനേലും കുറച്ചും കൂടി നല്ലോണം ചൂടുണ്ട്. പിന്നെ സമ്മർ കഴിഞ്ഞിപ്പോൾ വിൻ്ററൊക്കെ തുടങ്ങിയാലാണ് ചെറുതായിട്ട് മഞ്ഞ് തുടങ്ങണം. അപ്പോൾ സെപ്റ്റംബർ മാസങ്ങളിലാണ് ഈ നിൽക്കണ മരങ്ങളൊക്കെ ഇലകളൊക്കെ വേറെ കളറാകും. ഓറഞ്ചും പിന്നെ വെള്ള മഞ്ഞ കളറൊക്കെ ആവുമെന്നാണ് പറഞ്ഞത്. എല്ലാ മരങ്ങളുടെയും ഇല മാറി, ഇലയുടെ കളർ മാറി പല കളറിലാകും. അപ്പോൾ അതൊക്കെ നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണണമെന്ന് കരുതിയാണ് വന്നേക്കണത്. ഇപ്പോൾ സെപ്റ്റംബറിലാണത് ഇങ്ങനെ ഇലകളൊക്കെ നിറം മാറണത്. അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ഇവിടെയൊക്കെ. ഇപ്പോൾ ഈ മരങ്ങളൊക്കെ ആയാലും നമ്മൾ ഈ പുൽക്കൂട്ടിലൊക്കെ നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ വെക്കണ പോലത്തെ മരങ്ങളാണ് എല്ലായിടത്തും. പിന്നെ കുറേ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഒഴിവായി കിടക്കുന്ന ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കാഴ്ചകളൊക്കെ ഞാൻ ഇനി വീഡിയോകൾ പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും അപ്പോൾ മകളുടെ പ്രഗ്നൻസിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങളിവിടെ എത്തിയത്. അപ്പം മകനും ഇവർ 4 പേരും ഞങ്ങളെ എയർപോർട്ടിൽ നിന്ന് ഞങ്ങളെ വരവേൽക്കാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് എല്ലാവരും ലീവ് എടുത്ത് തന്നെ വന്ന്. അപ്പോൾ ഇനിയിപ്പോൾ മകൻ്റെ വീട്ടിലേക്കും പോകണം. ഇപ്പോൾ ഞാൻ മകൾ പ്രഗ്നൻ്റ് ആയ കാരണം അവരുടെ വീട്ടിലാണ് ഇപ്പോൾ 2 ദിവസമായിട്ട് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ പിന്നെ അടുത്ത ശനി ഞായറുമാണ് ഇനി എല്ലാവർക്കും ഒഴിവുള്ളത്. അപ്പോൾ അടുത്ത ശനി ഞായർ മകൻ്റെ വീട്ടിലേക്ക് പോകണം. പിന്നെ എൻ്റെ ചേച്ചിയും ചേച്ചിയുടെ മകനും വരുമ്പോൾ ഇവിടെയുണ്ട്. പിന്നെ ആങ്ങളുടെ മക്കളുണ്ട് 2 പേര്. അപ്പോൾ അങ്ങനെ കുറേ പേരൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അവരുടെയൊക്കെ വീടുകളിലൊക്കെ ഓരോ ദിവസം പോകണം. അവർ ക്ഷണിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള കാഴ്ചകളൊക്കെ കാനഡയിലെ കാഴ്ചകളായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ വ്ളോഗ് തന്നെ ആയിരിക്കും. അധികം കുക്കിങ്ങൊക്കെ നമ്മൾ പുറത്തായിരിക്കും എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് വ്ളോഗൊക്കെ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയും ദിവസം വീഡിയോ ഇടാഞ്ഞതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ ഞങ്ങൾ വ്ളോഗ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന വിധത്തിലാണ് ഇനി ഞാൻ ഇടുള്ളൂ. മോളെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. ഇനിയും സപ്പോർട്ട് ചെയ്യണം. ഇത്രയും നാൾ ഞാൻ വീഡിയോ ആരുടെയും അധികം കണ്ടിട്ടുമില്ല, കമൻ്റ് ഇടാറില്ലായിരുന്നു. അപ്പോൾ എനിക്ക് തിരക്കായ കാരണമാണ് അത് അങ്ങനെ പറ്റിയത്. ഞങ്ങളിവിടെ എത്തിയിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇരുന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരുടെയും വീഡിയോ ഞാൻ കാണാറില്ല, കമൻറ്റും ഇടാറില്ല. ഇപ്പോഴാണ് തിരക്കൊന്നൊഴിഞ്ഞ് ഒന്ന് സ്വസ്ഥമായിട്ടിരുന്നത്. ഇത്രയും ദിവസം നല്ല തിരക്കായിരുന്നു. ഇവിടെ എത്തണവരെ നമുക്ക് പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാലാണല്ലോ നമുക്കൊരു സ്വസ്ഥത ഉണ്ടാവുള്ളൂ, ഒരു സമാധാനമായിട്ട് ഇവിടെ എത്തി, ഒരു കുഴപ്പമില്ലാതെ. അപ്പോൾ അതിന് ശേഷം ഇനി വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങളവിടെ നാട്ടിൽ പെട്ടി പാക്ക് ചെയ്യണതൊക്കെ ആയാലും ഞാൻ നേരത്തെ എടുത്ത് വെച്ചതാണ്. ഓരോ ക്ലിപ്പുകൾ ചെറുതായിട്ടൊക്കെ എടുത്ത് വെച്ചുള്ളൂ. വീഡിയോക്ക് കമൻ്റൊന്നും ഇട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ആരും പരിഭവം വിചാരിക്കരുത്. പിന്നെയും നമ്മൾ തുടർന്നും ഇതുപോലെ തന്നെ വീഡിയോകളൊക്കെ ഇടുന്നതായിരിക്കും. നിങ്ങളുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് കമൻ്റൊക്കെ ഇടുന്നതായിരിക്കും.
അപ്പോൾ മകനും മരുമോളും ഒക്കെ ഇവിടെ IT മേഖലയിലാണ് ജോലി ചെയ്യണത്. മകൾക്ക് ഫ്രഞ്ച് കമ്പനിയിലാണ് ജോലി. അപ്പോൾ അത് വീട്ടിലിരുന്ന് തന്നെ ഇവർ ഹോം വർക്ക് ഫ്രം ഹോമാണ്. പിന്നെ മകനും മരുമകനും പുറത്താണ് ജോലി. അവൻ മരുമകൻ മെക്കാനിക്കൽ എൻജിനീയറാണ്. പിന്നെ എൻ്റെ മകൻ സോഫ്റ്റ്വെയർ എൻജിനീയറാണ്. അപ്പം പിന്നെ മരുമോളും മകളും വീട്ടിലിരുന്ന് തന്നെ ആണ് ജോലി ചെയ്യണത്. രണ്ടുപേർക്കും എല്ലാവർക്കും നല്ല ജോലിയൊക്കെയാണ്, കുഴപ്പമില്ലാതെയൊക്കെ തരക്കേടില്ലാതെ പോകുന്നു. അപ്പം ഇനിയിപ്പോൾ ഇവരുടെ വീടുകളിലെ ഹോം ടൂറും പിന്നെ ഞങ്ങൾ പോണ സ്ഥലങ്ങളിലെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും വ്ളോഗൊക്കെ ചെയ്ത്. അപ്പം ഇനിയും എല്ലാവരുടെയും സപ്പോർട്ടൊന്നും ഉണ്ടാവണം. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടെല്ലാം നല്ല അടിപൊളി സ്ഥലങ്ങളാണ്. നമ്മൾ ഈ പുൽക്കൂടൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അതുപോലെയൊക്കെയാണ് എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് തോന്നുന്നത്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. പിന്നെ പള്ളിയിൽ ഞങ്ങൾ പോയായിരുന്നു. പള്ളിയും നമ്മുടെ ഇംഗ്ലീഷ് കുർബാനയാണ്. എന്നാലും അവിടെയും ഇപ്പം ഇംഗ്ലീഷുകാരൊക്കെയാണ് കൂടുതലും, കനഡിയൻസൊക്കെയാണ് വന്നേക്കണത്. എന്നാലും നമ്മൾക്ക് കുർബാനയൊക്കെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ കുർബാനയ്ക്കൊക്കെ പോയായിരുന്നു. പിന്നെ ഞങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തില്ല, ഫോണൊന്നും ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടായില്ലായിരുന്നു. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റൊക്കെ നമ്മളെ ഈ ലുലു മാളൊക്കെ പോലെ തന്നെ എല്ലാ സാധനങ്ങളും ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ ഉള്ള ഡ്രസ്സുകളൊക്കെ ഉള്ള സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ ഇനിയും ഞങ്ങൾ അവിടെയൊക്കെ പോകും. അപ്പോഴൊക്കെ ഞാൻ വീഡിയോ എടുത്ത് തരുന്നതായിരിക്കും. പിന്നെ ഇവിടെ തന്നെ കുറേ കാഴ്ചകളൊക്കെ കാണാനുണ്ട്. നയാഗര വെള്ളച്ചാട്ടം, പിന്നെ വേറെ സ്ഥലങ്ങളിലൊക്കെ എല്ലാ ശനി ഞായറും ഇനി ടൂറ് ആണ് പോകുന്നത്. അപ്പോൾ അപ്പോഴൊക്കെ ഞാൻ വീഡിയോ എടുത്ത് എല്ലാവരെയും കാണിക്കുന്നതായിരിക്കും. പിന്നെ ഇതൊക്കെ ഈ ഗോതമ്പ് പാടങ്ങൾ, ചോളം പാടങ്ങൾ അങ്ങനെയൊക്കെയാണിത്. ഇപ്പോൾ ഈ മഞ്ഞ കളറിൽ കാണുന്നത് ഗോതമ്പ് പാടമാണ്. പിന്നെ വേറെ കൃഷിയുടെ കടുക് അങ്ങനെയൊക്കെയുള്ള ചോളം അങ്ങനെയൊക്കെയുള്ള പാടങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഇതൊക്കെ ഗോതമ്പ് പാടങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള രസകരമായ നല്ല നല്ല കാഴ്ചകളാണ് ഇവിടെ കാണാനുള്ളത്. അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ പോകുമ്പോഴാണല്ലോ ഇങ്ങനെയൊക്കെ ഉള്ള കാഴ്ചകളൊക്കെ കാണാനും അവസരങ്ങൾ ഉണ്ടാവണത്. അപ്പം അതൊന്നും ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അതൊന്നും ആരും മിസ് ചെയ്യരുത്. നമുക്ക് കിട്ടിയ അവസരം പാഴാക്കാതെ ഇങ്ങനെയുള്ള കാഴ്ചകളും ലോകത്തിലെ ഏതൊക്കെ രാജ്യങ്ങളിൽ പോകാൻ പറ്റുമെന്ന് അതൊക്കെ സന്തോഷത്തോടുകൂടി നമ്മൾ പോകാൻ ശ്രമിക്കുക.